ഹായ് ഹലോ എല്ലാവരും ചായയെല്ലാം കുടിച്ച് ഇന്ന് ഞാൻ ചായക്ക് ദോശയും ചെറുപയർ കറിയാണ് ഉണ്ടാക്കിയ. നന്ദു ഇവിടെ സ്കൂളിൽ പോകാൻ റെഡിയാകുന്ന നന്ദുവിൻ്റെ ഫ്രണ്ട് സിയോണ് വന്നിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ചയുണ്ട്. ഞാൻ വിചാരിച്ച് വേഗം തന്നെ വിളക്കും കിണ്ടിയെല്ലാം കഴുകി വെക്കാമെന്ന്. ചെറിയൊരു പൂജാ റൂമുണ്ട്, ചെറിയൊരു അമ്പലം പോലത്തെ, അതൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് പൊടിയെല്ലാം ഇതാക്കിയിട്ട് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ചെയ്യൽ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അധികം പൊടിയൊന്നുമില്ല. പിന്നെ സ്വാമി ഇവിടെ കടയിൽ പോകാൻ റെഡിയാകുന്ന പോകാൻ നോക്കുന്ന. പിന്നെ അങ്ങനെ എന്നാൽ പുറത്ത് പോയിട്ട് നമുക്കെല്ലാം കഴുകിയിട്ട് വരാം. അങ്ങനെ കഴുകിയിട്ട് വന്ന് ഞാൻ ഇനി ഫോട്ടോ എല്ലാം ഒന്ന് പൊടിയെല്ലാം തുടച്ചിട്ട് എടുക്കട്ടെ. പേപ്പറെല്ലാം മാറ്റിയിട്ട് വെക്കണം. അത് അമ്പലം ഇങ്ങോട്ട് നീക്കിയിട്ടെല്ലാം തുടച്ചിട്ട് വെക്കണം. അതെല്ലാം തുടച്ചിട്ട് വെച്ചിട്ട് എല്ലാം അതേപോലെ തന്നെ എടുത്ത് വെക്കാൻ വേണം. പിന്നെ അധികം ഉള്ളത് ഗുരുവായൂരപ്പന, കൃഷ്ണനാ, എൻ്റെ ഇഷ്ടദൈവം ഗുരുവായൂരപ്പന. എന്താ പറയണ്ടേ, ഏത് സങ്കടത്തിലും നമ്മളോട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഗുരുവായൂരപ്പൻ എൻ്റെ ഇഷ്ടദൈവ. പിന്നെ ഇവിടെ നമുക്ക് മുരടങ്കാവിൽ ഡിസംബർ 1, 2, 3 ആ നോട്ടീസുമല്ല ഞാനെല്ലാം എടുത്തു വെച്ചിട്ടുള്ളതിനു. തെയ്യത്തിന് എല്ലാവരും വരണം. ഭഗവതിക്കാവ എന്താ പറയുക, എൻ്റെ ഭഗവതിയും എൻ്റെ എന്താ പറയണ്ട എനിക്ക് അത്രയും ഇതുള്ള ഒരു ദൈവം തന്നെയാണ്. പക്ഷെ ഗുരുവായൂരപ്പനോട് അതിനേക്കാളും കുറച്ചൊരു കൂടുതൽ ഇഷ്ടം, അത്രയേ ഉള്ളൂ. എല്ലാവരും വരിക തെയ്യത്തിന്. ഡിസംബർ 1, 2, 3 ഭഗവതി മാത്രമേ ഉള്ളൂ അവിടെ. വിളിച്ചാൽ വെളിപ്പുറത്ത് അമ്മയത്. എല്ലാവരും വരിക. ഇനി എന്നാൽ ചാനൽ കണ്ടിട്ട് ഇഷ്ടമാകുമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. പിന്നെ എല്ലാവരും സ്കൂളിൽ പോയി, നന്ദുവും പിന്നെ എല്ലാം സ്കൂളിൽ പോയി. ഇന്ന് സ്കൂളിലുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് എല്ലാവരും സ്കൂളിലെല്ലാം പോയി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ചായ കുടിക്കാനും അലക്കാനും. അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് എല്ലാം വൃത്തിയാക്കിയാലും തന്നെ ഒരു സമാധാനമായി. എല്ലാം എടുത്ത് വെച്ച് ഇതാ നോട്ടീസ്, മുരടങ്ങല്ല നോട്ടീസായത്. അതിൻ്റെ മേലെയാണ് ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചത്. തുടക്കണ്ടിട്ട് വേറെ പേപ്പറൊന്നും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ മേലെ വെച്ച് വിളക്കും കിണ്ടിയെല്ലാം ഞാൻ സെബീന പൊടിയെല്ലാം വെച്ചിട്ടാണ് കഴുകുക. എല്ലാം നല്ല വൃത്തിയായിന്. അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് നല്ല അടിപൊളിയായി. ഇനി ചായ കുടിക്കട്ടെ ഞാൻ. ബൈ.